ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് +2 സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോയ്ക്കായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് നമുക്ക് പറയാൻ പോകുന്നത് വെച്ചാൽ പ്രാക്ടിക്കൽസ്, ലാബ് പ്രാക്ടിക്കൽസ് മാനേജ് ചെയ്യേണ്ടത് ഇങ്ങനെ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നു. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഗൈസ്, അതിനു മുമ്പ് തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. +2 ബയോസയൻസിന്റെ ഒരു ബാച്ച് എക്സാം കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. സോ ഈ ബാച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട കാര്യമില്ല. ലൈവ് ക്ലാസ്സസ് കാണും, അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസ് കാണും, വർക്ക് ഷീറ്റ് കാണും, നിങ്ങൾക്ക് ഡൗട്ട് ഗൈഡൻസ് കാണും, മെന്റർ കാണും, എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട്. ആൻഡ് ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആണ് ക്ലാസ് എടുക്കുന്നത്. അലൻ സാറുമാണ് ഇതിനകത്തുള്ളത്. സോ അതുപോലെ തന്നെ ഫിസിക്സിന്റെ ക്ലാസ് എടുക്കാൻ നിങ്ങൾക്ക് പറഞ്ഞ പോലെ നിഷാ മാം കാണും. അതുപോലെ തന്നെ കുറെ മാം വന്നിട്ടുണ്ട്, കുറെ പേര് വന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഈ ഒരു ബാച്ചിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറൗണ്ട് 2.5K ആണ് ഈ ബാച്ചിന്റെ റേറ്റ് വരുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഇച്ചിരി ഓവറായിട്ട് തോന്നുമെങ്കിലും ഒരു കാര്യമാണ് പറയാം. എൻ്റെ ഇരിക്കുന്ന കുറച്ച് കീമിന്റെ മെറ്റീരിയൽസ് ഉണ്ട്. സൈലത്തിന്റെ, അതായത് കീമിന്റെ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടങ്ങുന്ന ഒരു വലിയ ബുക്കും കെമിസ്ട്രിയുടെയും പിന്നാണ് ഫിസിക്സിന്റെയും കൂടെ ഉള്ള ഒരു PYQ ബുക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിരിക്കും. മനസ്സിലായി വിചാരിക്കുന്നു. അതായത് നിങ്ങൾക്ക് ഈ ബാച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ബുക്കും കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടും. സോ അതിന്റെ ടോട്ടൽ പ്രൈസ് എന്താണ് 2500 അറൗണ്ട് വരും. അത്രേ ഉള്ളൂ ബാച്ചിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇത് കൂടുതലാണെന്ന് ഞാൻ ഒരിക്കലും പറയാം. ഇത് വെറുത്തിട്ടാണ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും ടോപ്പിക്സ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ അറിയാമല്ലോ, എക്സാമിന്റെ പാറ്റേൺസ് ഒക്കെ കുറെ മാറി വന്നിട്ടുണ്ട്. ഇതിന്റെ എക്സാമ്പിൾ ആയിരുന്നു ഞങ്ങളുടെ എക്സാം. അതായത് 2025 ബോർഡ് എക്സാം അത്യാവശ്യം നല്ല രീതിയിൽ ടഫായിരുന്നു. ഈവൻ ഇപ്പൊ CBSE-യിലാണേലും സ്റ്റേറ്റിലാണേലും നല്ല ടഫായിരുന്നു. അതുപോലെ വാല്യുവേഷൻ ഇച്ചിരി കട്ട് ചെയ്യായിരുന്നു. സോ ഗൈസ്, എന്താ പറയാ, ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ ബാച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും മോർ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴത്തെ കമ്പനിയിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്മൾ പറഞ്ഞത് ലാബ് എക്സാമിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ബോർഡ് എക്സാമിന്റെ കാര്യമാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇനി ബോർഡ് എക്സാമിന് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഡിസംബർ നിങ്ങൾക്ക് കൂടണ്ട. കാരണം ഡിസംബർ നിങ്ങൾക്ക് എക്സാമും പിന്നെ എന്താണ് ക്രിസ്മസ് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. സോ നിങ്ങൾക്ക് ഈ ഡിസംബർ നിങ്ങൾക്കൊരു ബെസ്റ്റ് കംബാക്ക് അടിക്കാനുള്ളൊരു പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും, ഇനിയും പറ്റും നിങ്ങൾക്ക്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ലാബ് എങ്ങനെ നമുക്ക് ഫസ്റ്റ് നമുക്ക് പ്രാക്ടിക്കലിന്റെ കേസ് പറയാം. പ്രാക്ടിക്കൽ എന്ന് പറയുന്ന ഒരു സംഭവം കുറെ കുട്ടികൾക്ക് എളുപ്പമായിട്ടും തോന്നാം, വേറെ കുട്ടികൾക്ക് അത് ഭയങ്കര പണിയായിട്ടും തോന്നാം. എന്താണ് ഈ പണി വരുന്നതെന്ന് പറഞ്ഞാൽ, ലൈക്ക് ഇപ്പം എന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ചെയ്യാനായിരുന്നു പാട്. എസ്പെഷ്യലി ഫിസിക്സിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ലാബ് എനിക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു. പറ്റാത്തെന്ന് വെച്ചാൽ ലൈക്ക് എനിക്ക് തീരെ ഇഷ്ടമാണ് ഫിസിക്സിന്റെ ലാബ്. കാരണം ഒരു ഭാഗം എനിക്ക് കറക്റ്റ് ഒരു വാല്യൂ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കറക്റ്റ് ഒരു വാല്യൂ കിട്ടിയിട്ടില്ല. എനിക്ക് ഫിസിക്സിന്റെയും കിട്ടിയില്ല, കെമിസ്ട്രിയുടെയും കിട്ടിയിട്ടില്ല. പിന്നെ കമ്പ്യൂട്ടറിന്റെ ഇടയ്ക്ക് പ്രോഗ്രാം മറന്നു പോകും. സോ എറർ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പൊ സാറൊന്നും ഒന്നും പറഞ്ഞു തരത്തില്ല. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നു. എനിക്ക് ലാബ് ഭയങ്കര തലവേദനയായിട്ട് തോന്നിയിട്ടുണ്ട്. സോ അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ലാബ് കുറച്ച് പാടായിരുന്നു +2. സോ എനിക്ക് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ എഴുത്ത് പരിപാടി ഇച്ചിരി ഓവറാണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഉണ്ട് കേസ്. അതായത് കെമിസ്ട്രിയും ഫിസിക്സും ആണ് കൂടുതൽ എഴുതാനുള്ളത്. ബയോളജിയുടെ കേസ് എനിക്ക് അറിയില്ല. ബയോളജി കൂടുതൽ വരയ്ക്കാനുള്ളതാണ് കേട്ടത്. അപ്പം അത് കൂടുതൽ നിങ്ങൾക്ക് വെക്കേഷൻ സമയത്താണ് തോന്നുന്നു ബയോളജിയുടെ റെക്കോർഡ് തരാറ്, കമ്പ്യൂട്ടർ സയൻസ് തരാറ്. അപ്പൊ ഗൈസ്, ഇതിനകത്തെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് വെച്ചാല് നിങ്ങൾ ഈ മാക്സിമം വീട്ടിൽ വന്നിട്ട് എഴുതാതിരിക്കുക. അതായത് ടിപ്പ് എന്ന് പറയുന്നത് ഇതാണ്, നിങ്ങൾ വീട്ടിൽ നിന്ന് റെക്കോർഡ് എഴുതാതിരിക്കുക. മാക്സിമം വീട്ടിൽ നിന്ന് റെക്കോർഡ് എഴുതാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവെല്ലില് അല്ലെങ്കിൽ രാവിലെ സ്കൂളിൽ വന്നിട്ടുള്ള സമയം ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് റെക്കോർഡ് എഴുതാൻ വേണ്ടി ഉപയോഗിക്കാം. ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചത് റെക്കോർഡ് എഴുതാം.
എല്ലാരും റെക്കോർഡ് നിരക്ക് ചടയ്ക്കും. നിങ്ങൾ വെറുതെ എന്താണ് ഫ്രീ ആയിട്ട് വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം പഠിച്ചു തീർക്കുക. റെക്കോർഡിന് വേണ്ടി പ്രത്യേക സമയം കണ്ടെത്തി പിന്നെ അത് എഴുതേണ്ട കാര്യമില്ല. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ റെക്കോർഡ് വീട്ടിൽ വന്നിട്ട് എഴുതാറ് ഇന്റർവെൽ ടൈം അല്ലെങ്കിൽ ഫ്രീ അവർ കിട്ടുന്ന സമയത്തൊക്കെ റെക്കോർഡ് എഴുതി തീർക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈവൻ സൺഡേ സാറ്റർഡേ സമയങ്ങളിൽ മാത്രം നിങ്ങൾ റെക്കോർഡിന് വേണ്ടി സമയം കണ്ടെത്തുക. സോ ഗൈസ്, ഇതാണ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ റെക്കോർഡ് അല്ലെങ്കിൽ എന്താണ് റെക്കോർഡ് ടൈം എടുത്ത് ചെയ്യുന്നവരുണ്ട്, ടൈം എടുക്കാതെ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ കാണിച്ച് വെച്ച് അങ്ങനെ. സോ എന്റെ കേസ് എടുക്കുവാണെങ്കിൽ എനിക്ക് അറിയാവുന്ന 2-3 കേസ് ഉണ്ട്. അതായത് ഓവർ വൃത്തിയായിട്ട് എഴുതി എന്താണ് കൂടിയൊന്ന് 5 മാർക്ക് കിട്ടും റെക്കോർഡിങ് അല്ലെ. അതായത് നിങ്ങൾ ഒരുപാട് വൃത്തിയായിട്ട് എഴുതിയാലോ നിങ്ങൾക്ക് ആ ഉള്ള 5 മാർക്ക് കൂടെ പോയി കിട്ടും. അതുപോലെ തന്നെ റെക്കോർഡ് വലിച്ചു തരും, 2 കണ്ടെത്തിയാക്കിയിട്ട് തരും. ഇങ്ങനത്തെ കുറെ കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഓവർ വൃത്തിയാക്കാതെ ഓവർ എന്താണ് വൃത്തികേടാക്കാതെയും എഴുതുകയാണെങ്കിൽ, ഓവർ വൃത്തികേടായിട്ട് എഴുതാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായത് മീഡിയം ആയിട്ട് നിങ്ങൾ ന്യൂട്രൽ ആയിട്ട് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് ടൈം ലാഭിക്കാൻ പറ്റും. സോ ടൈം സേവ് ചെയ്യാൻ പറ്റും. ഇതാണ് റെക്കോർഡും പ്രാക്ടിക്കലിന്റെ കാര്യം. പിന്നെ കുറെ പേര് ചോദിച്ചിട്ട് കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ പഠിക്കാൻ പറ്റും. മാത്സ് വലിയ കുഴപ്പമില്ല, മാത്സ് വലിയ സീൻ കാണത്തില്ല. കമ്പ്യൂട്ടർ സയൻസ്, കെമിസ്ട്രി, ഫിസിക്സും ആണ് നിങ്ങൾക്ക് എസ്പെഷ്യലി പറയുന്നത്. ഫിസിക്സ് ഗൈസ് വൈഗോ ഭയങ്കര സിമ്പിൾ ആണെന്ന് വെച്ചാൽ പ്ലസ് 1 ടോപ്സ് ചോദിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ സ്കൂളിൽ ടീച്ചേഴ്സ് തന്നെ പറഞ്ഞു തരും എന്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഫിസിക്സ് സാധാരണ സിമ്പിൾ ആണ്. അതുപോലെ കെമിസ്ട്രിയുടെ കേസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഉള്ള ഒബ്സർവേഷൻ സംഭവങ്ങള് തിയറി ആ സംഭവം മൊത്തം നിങ്ങൾ ബ്രെയിനിൽ തന്നിട്ടുണ്ടായിരിക്കുമല്ലോ. കാർബണേറ്റിന്റെ സംഭവങ്ങള് കിട്ടേണ്ട എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് അത് ഫുള്ള് ബൈ ഹാർട്ട് പഠിക്കും. ബൈ ഹാർട്ട് പഠിക്കാൻ ഉദ്ദേശിച്ചത് ആ ചെയ്യേണ്ട പ്രൊസീജിയർ എപ്പോഴും നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കാം. എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം. പക്ഷെ അത് മീനിങ് മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് പോകും. സോ അതുകൊണ്ടാണ് നിങ്ങൾ ലാഭത്ര സീനിയത്തെ കാര്യമാണ്, എന്നാലും നിങ്ങൾ പഠിച്ചു വെക്കും. അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കേസാണെങ്കിൽ സാറ് എല്ലാ ദിവസവും പഠിച്ചോണ്ട് വരാൻ പറയും. പഠിച്ചോണ്ട് വരാത്തൊരാൾക്ക് അല്ലെങ്കിൽ റെക്കോർഡ് എഴുതിക്കൊണ്ട് വരാത്തൊരാൾക്ക് ലാഭിക്കത്തില്ല. അതങ്ങനെയാണ്. ഞങ്ങളുടെ സ്കൂൾ അങ്ങനെ ആയിരുന്നു. അതായത് ഇപ്പൊ കെമിസ്ട്രിയുടെ കേസാണ്, എക്സ്പെരിമെന്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ കാർബണേറ്റ് എന്തെങ്കിലും ഇരിക്കണമെങ്കിലും ആ ഫുൾ എക്സ്പെരിമെന്റ് സംഭവങ്ങൾ എന്താണ് നിങ്ങൾ ഫുള്ള് പഠിച്ചിരിക്കണം. അതായത് തിയറി ഫുള്ള് പഠിച്ചു വെക്കണം. അതിന് തലവേദന, പക്ഷെ നമുക്കത് ശരിക്കും റിവൈസ് ആയിക്കൊണ്ടേ ഇരിക്കാം. ഒരിക്കലും എല്ലാ ആഴ്ചയിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കില്ല. പക്ഷെ നമുക്ക് ഒബ്വിയസ്ലി അത് മറന്നു പോകത്തില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളെ ഇപ്പൊ കൊണ്ട് നോക്കിക്കൊണ്ടാ ചെയ്യിപ്പിക്കുന്നെങ്കിൽ പോലും, എന്തിപ്പം പ്രിന്റ് എടുത്ത പേപ്പർ കൊണ്ട് നോക്കിയാ ചെയ്യിക്കുന്നെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. അതായത് നോക്കി ചെയ്യുന്നതിനെക്കാട്ടി സ്പീഡായിരിക്കും നോക്കാതെ നമ്മൾ പഠിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരാം. ഓക്കെ, കൺഫ്യൂഷൻ വരും, അത് കുഴപ്പമില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീണ്ടും പഠിക്കാം. അപ്പോഴെങ്കിലും അങ്ങനെ ആയിരിക്കും. എല്ലാ സ്കൂളിലും പഠിപ്പിച്ചിട്ട് കാണാതെ ഒറ്റയ്ക്കുന്നത് ഫുള്ള് എഴുതി കാണിക്കാനൊക്കെ ആയിരിക്കും പറയാറ്. അതൊന്നും വലിയ വിഷയമില്ല ഗൈസ്, അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. അത് നിങ്ങൾ പഠിക്കാൻ കെമിസ്ട്രി വലിയ സീനില്ല. അതായത് എങ്ങനെ പഠിക്കാമെന്ന് വിചാരിച്ചാൽ കുറെ കോഡ് വെച്ച് പഠിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സാമിന്റെ കുറെ വീഡിയോസ്, അല്ലെങ്കിൽ സൈലത്തിന്റെ ഒക്കെ ആണെങ്കിൽ പോലും കുറെ വീഡിയോസ് കാണും. ഷോർട്ട് ട്രിക്സ് എന്ന് പറഞ്ഞ് കുറെ വീഡിയോസ് കാണും. സോ അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വലിയ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കെമിസ്ട്രി വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ആൻഡ് ഇനിയിപ്പോ എന്റെ ഒരു ലാബിന്റെ കെമിസ്ട്രി ബോർഡ് എക്സാമിന്റെ പ്രാക്ടിക്കൽ ബോർഡ് എക്സാമിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ടൈമിൽ എനിക്ക് ഒരു സംഭവം കിട്ടില്ല. എനിക്ക് എന്താ കാർബണേറ്റ് എന്താ കിട്ടില്ല. എന്താ സൾഫേറ്റ് ആണോ, അലൂമിനിയം ആണോ, സിൽവർ ആണോ, സിലിക്കോണൈറ്റ് ആണോ, എന്താ എനിക്കറിയില്ല. എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. എനിക്ക് അങ്ങനെ കിട്ടില്ല. ബട്ട് അത് കഴിഞ്ഞ് എനിക്ക് കാസ്റ്റോട് എല്ലാവർക്കും കിട്ടുന്നുണ്ട്, റിസൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് റിസൾട്ടും കിട്ടുന്നില്ല, ഒരു തേങ്ങയും കിട്ടുന്നില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ബോർഡ് എക്സാം സമയമൊക്കെ ആകുമ്പോഴേക്കും എല്ലാം ചെയ്യണമല്ലോ. ചെയ്തപ്പോ എനിക്ക് ബോർഡ് എക്സാമിന് കിട്ടില്ല. സംഭവം ഞാൻ ഇരുന്ന് പഠിച്ചു. ചെയ്യേണ്ട സംഭവങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ നോക്കും. എങ്ങനെയാണ് ഈ സംഭവം വരേണ്ടതെന്ന് അറിയില്ല. കളർ ചേഞ്ചിങ് എങ്ങനെ വരണ്ടേ, എങ്ങനെ ഇരിക്കും, കാർബണേറ്റ് എങ്ങനെ ഇരിക്കും. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ
ഓർത്തിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഓർത്ത് എന്താണ് ഒരു മാജിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഞാനാണ് ആ ക്ലാസ്സിൽ ആദ്യത്തെ കെമിസ്ട്രിയുടെ എക്സ്പെരിമെന്റ് ചെയ്ത് ഇറങ്ങിയത് ഞാനായിരുന്നു. ആ ക്ലാസ്സിൽ ആ ബാച്ചിൽ ഞാനായിരുന്നു ആദ്യം എക്സ്പെരിമെന്റ് ചെയ്ത് ഇറങ്ങിയത്. എല്ലാം ചെയ്ത് കിട്ടി ഇറങ്ങി പോയത് ഞാനായിരുന്നു. സോ അതാണ് ഒരു ഇതെന്ന് പറഞ്ഞത്. നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താണ് അതിനുള്ള റിസൾട്ട് കിട്ടും. ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ ഈ ലാബ് അത്ര വലിയ സീനൊന്നുമില്ല കേസ്. അത് വലിയ നിങ്ങൾ വലിയ എടുക്കാൻ കാര്യമില്ല. ഫിസിക്സ് ആണ് പിന്നെയും ചെയ്യാം. പക്ഷെ ഫിസിക്സ് നിങ്ങൾ ചെയ്യാൻ പഠിക്കണം. ആരും ഒന്നും ഹെൽപ്പ് ചെയ്യില്ല ഫിസിക്സിന്റെ കേസ്. കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. എക്സ്പെരിമെന്റ് എഴുതാൻ പ്രൊസീജിയർ ഒന്നും എഴുതാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് പോയിരിക്കും. നിങ്ങൾക്ക് ആ 6 മാർക്ക് പോയി കിട്ടും. അതായത് 4 മാർക്കോ 6 മാർക്കോ പോയി കിട്ടും. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കേസ് അങ്ങനെ പോയിട്ടുണ്ട്. അവൻ പറഞ്ഞു നമ്മോട് ഇങ്ങനെ ചോദിക്കും നിങ്ങൾക്ക് ഏത് എക്സ്പെരിമെന്റ് വേണം എന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ പേപ്പർ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ എക്സ്പെരിമെന്റ് അറിയത്തില്ലെന്ന് പറയുവാണെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞാൽ മാറ്റിത്തരും. ബട്ട് നിങ്ങൾക്ക് അത്രയും മാർക്ക് കുറഞ്ഞും കൂടെ കിട്ടും. സോ നിങ്ങൾ എല്ലാ എക്സ്പെരിമെന്റും പഠിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയാൽ മാത്രമേ കിട്ടൂ. അങ്ങനെ ഒന്നും ഒരിക്കലും പോകരുത്. പിന്നെ കുറെ കുറച്ച് തരും. അതൊന്നും വലിയ വിഷയമില്ല. നിങ്ങൾ മിസ്സിനോട് പറയാം, മിസ്സേ ഇതൊക്കെ വെക്കാവുള്ളൂ ഇപ്പൊ നിങ്ങൾ പ്രസത്തിന്റെ ഒന്നും കൊണ്ട് വെക്കരുത്. പ്രസത്തിനെ കുറച്ച് പണി കിട്ടും. അത് നല്ല ടഫാണ്. അപ്പൊ നിങ്ങൾ അതൊന്നും ചെയ്യാൻ പോകല്ലേ. പിന്നെ പാലോഗ്രാമ് അതൊക്കെ ഇച്ചിരി ചടങ്ങ് കേസാണ്. അതൊന്നും ചെയ്യാൻ പോലെ. ഇപ്പൊ സിമ്പിൾ പെൻഡിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. എനിക്കൊന്ന് മറ്റേ കോൺവെക്സ് മിററും കോൺകേവ് മിററും അങ്ങനെ കുറെ ലെൻസ് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടല്ലോ. അതൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റും. അപ്പം പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത് എനിക്ക് ഇത് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പോയ സാധനം ഞാൻ എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ടിപ്പെന്ന് പറയാൻ പറ്റില്ല. അതായത് നിങ്ങൾക്ക് വാല്യൂ കിട്ടുന്നില്ല. എത്ര ശരിക്കും കിട്ടുന്നില്ല. കുറച്ചൊക്കെ വാല്യൂസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ വെക്കാം. നിങ്ങൾ ഇപ്പൊ ഈ റഫ് റെക്കോർഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുമല്ലോ. എഴുതി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സംഭവം എന്താ പറയാ, നിങ്ങൾക്ക് ഈ വാല്യൂസ് കിട്ടുമല്ലോ. അപ്പൊ ഈ മിസ്സിനൊക്കെ ചോദിക്കുവാണെങ്കിൽ പറയും ഇത്ര വാല്യൂ ഒക്കെ കിട്ടുവാണെങ്കിൽ കറക്റ്റ്, അല്ലെങ്കിൽ അതിന്റെ അപ്പുറം ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ 0.2 കിട്ടുവാണെങ്കിൽ 0.2 തൊട്ട് 0.5 ആണെങ്കിൽ കുഴപ്പമില്ല, കറക്റ്റ് ആണ്. അല്ലെ 0.5 കഴിഞ്ഞാൽ വരുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റാണ്, ചെയ്തെങ്കിൽ തെറ്റാന്ന് പറയും. അപ്പൊ നിങ്ങൾ ആ ഏകദേശമുള്ള വാല്യൂ ഒക്കെ ജസ്റ്റ് നോക്കി വെച്ചിട്ട് പോവുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല നൈസായിട്ട് നിങ്ങൾ ആ വാല്യൂ ഒക്കെ എഴുതി വെക്കാം. പൊടി ടിപ്പ ഇതൊക്കെ പൊടിയ. പക്ഷെ ചെയ്യുന്ന എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് വാല്യൂസ് ഇപ്പം മുഴുവനായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഏകദേശം വാല്യൂ അറിഞ്ഞിരിക്കും. കാരണം വാല്യൂ കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ഏകദേശം വാല്യൂ എങ്ങനെയാണ്, വാല്യൂ ഫുള്ള് കാണാൻ പഠിച്ചോണ്ട് പോകുക അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. വാല്യൂ ഏകദേശം എങ്ങനെ ഇരിക്കണ്ടേ, എത്ര വാല്യൂസ് കിട്ടണം, ഏകദേശം എങ്ങനെ കണക്കെണ്ണൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാണെങ്കിൽ ഒബ്വിയസ്ലി എളുപ്പമായിട്ട് കിട്ടും. അതുപോലെ നിങ്ങൾ ഇപ്പം ഇന്ന് നാളെ ലാബ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇന്നേ ഒന്ന് ജസ്റ്റ് ലൈക്ക് ഇപ്പൊ ഗിരീഷ് ഫിസിക്സിന്റെ ക്ലാസ്, ഫിസിക്സ് എന്ന് പറഞ്ഞ സാറുണ്ട്, നിങ്ങൾ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുവാണെങ്കിൽ കാണാം. ഈ സാറിന്റെ ക്ലാസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടിക്കലിന്റെ ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഏകദേശം വേണ്ടാണ് നിങ്ങൾ നാളെ ചെയ്യാൻ പോകുന്നത്. മിസ് പറയും, തലേദിവസം പറയും നിങ്ങൾക്ക് ഇതാണ് ചെയ്യേണ്ടത് എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് നോക്കി റെഫർ ചെയ്തിട്ട് പോവുക എങ്ങനെ ചെയ്യണമെന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്നത്തെ കാര്യം, നമ്മൾ ഈ മിസ്സുമാരെന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിന് ടൈമില്ല. ഈ ഒരു മണിക്കൂറായി കഴിഞ്ഞിട്ട് ഈ പ്രാക്ടിക്കലിന് പീരീഡ് കിട്ടുന്നത്. ഈ പ്രാക്ടിക്കൽ പീരീഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര ഇത്രയും പിള്ളേർക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം. അതിനുള്ളിൽ ആ അത്രയും സമയത്തിനുള്ളിൽ എന്താണ് എക്സ്പെരിമെന്റ് ചെയ്ത് ഇറങ്ങുകയും ചെയ്യണം. അപ്പൊ അത് അത്രയും സ്പീഡിലായിരിക്കും എക്സ്പെരിമെന്റ് പറഞ്ഞു തരുന്നത്, എങ്ങനെ പ്രൊസീജിയർ എങ്ങനെയാണ് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം അത് നിങ്ങൾ പെട്ടെന്ന് കട്ടണമെന്നില്ല, ചിലക്ക് പെട്ടെന്ന് കട്ടുന്നവരും കാണും. അപ്പൊ കൂടെ ഉള്ളവൻ ഇങ്ങനെ ചെയ്ത് പോകുന്ന അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. നിങ്ങളുടെ കൂടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിന് ശരിക്കും എന്നാൽ പെട്ടുപോകും. നിങ്ങൾക്ക് പിന്നെ എങ്ങനെ ചെയ്യണമെന്ന് അറിയാം. ഇങ്ങനെ അങ്ങനെ പെട്ടുപോയാണെന്ന് എനിക്ക് അറിയാം, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് പ്രാക്ടിക്കൽ രാവിലെ ഒന്നും മാർക്ക് പോയിട്ടില്ല, എനിക്ക് ഫുൾ മാർക്കായി കിട്ടുന്നുണ്ട് എല്ലാത്തിനും. അതുപോലെ ഇത്ര ഒരു ഫിസിക്സിന്റെ കേസ് ഞാൻ പറയുവാണെങ്കിൽ, പിന്നുള്ളത് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിന്റെ കേസ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേസ്. അതിനകത്ത് ഞാനും കുറെ സ്ട്രഗിൾ ചെയ്തു. കാരണം നിങ്ങൾ മാക്സിമം എന്താ പ്രോഗ്രാം മനസ്സിലാക്കി പഠിക്കുക. അതായത് എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്, അതെങ്ങനെയാണ് വരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറയാം.
അതായത് നിങ്ങൾക്ക് +1 +2 കമ്പ്യൂട്ടർ സയൻസിൽ നല്ല ബേസ് ഉണ്ടെങ്കിൽ, പ്രോഗ്രാമിംഗ് നല്ല ബേസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ പഠിച്ചു വെച്ച പ്രോഗ്രാമിംഗ് ഇപ്പൊ +1 കൂടുതലും കുറച്ചുകൂടെ പ്രോഗ്രാമിംഗ് വരുന്നത്. C++, C ഒക്കെ കൂടുതലും വരുന്നത്. ജാവ അതൊക്കെ വരുന്നത്. ജാവ +2 ആയിട്ട് വരുന്നത്. അത് +1 കുറച്ചൊക്കെ ഉണ്ട്. C ആണ് കൂടുതലും തുടക്കത്തിൽ വരുന്നത് നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം എന്ന് വെച്ചാൽ C കുറച്ച് പാടാണ് പഠിക്കാൻ. അപ്പൊ ഇപ്പൊ ഞാനൊക്കെ ചെയ്തെന്ന് വെച്ചാൽ അറിയാത്ത എക്സ്പീരിയൻസ്. അപ്പൊ ചെയ്യാൻ എളുപ്പമുള്ള സംഭവം HTML ഒക്കെ ആണെങ്കിൽ എളുപ്പമാണ്. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്ന സംഭവം അതുപോലെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കണക്ക് അടിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ സിയുടെ കേസ് അങ്ങനെയല്ല, C++ അങ്ങനെ കേസല്ല. കുറച്ച് കട്ട് ചെയ്യണം, കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. അപ്പം അത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതി പഠിക്കാം, മാക്സിമം ഓർത്തിരിക്കണം ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ എഴുതി പഠിക്കുന്ന ഉപരി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളിപ്പം CET ആണ് പഠിക്കുന്നത്. അവരെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ പ്രോഗ്രാം പഠിക്കുന്ന കാര്യത്തില്ല. ഇല്ല, പ്രോഗ്രാം പഠിക്കുന്നതായിട്ടുള്ള പ്രോഗ്രാം എങ്ങനെ ഇപ്പം ഞങ്ങളൊക്കെ മിസ് പറയും, സാറ് പറയും ഇത്ര എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഇത്ര പ്രോഗ്രാം ഒന്ന് പഠിച്ചിട്ട് വരണം, നാളെ നിങ്ങൾ നാളെ തലത്തിൽ ഈ പ്രിന്റ് നോക്കാതെ നിങ്ങൾ ചെയ്യാമെന്ന് പറയും. അപ്പോൾ പ്രശ്നം വെച്ചാൽ നമുക്ക് എല്ലാം കൺഫ്യൂഷൻ ആയിട്ട് ഇത് എങ്ങനെ അതാണോ ഇതാണോ എന്നുള്ളൊരു സംഭവം വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പ്രോഗ്രാം മനസ്സിലാക്കി ചെയ്യാം. ഇതിനുള്ള സൊല്യൂഷൻ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, എഡ്യൂപോർട്ടിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ സാറ്, സാറിന്റെ പേര് ഞാൻ മറന്നുപോയി. സാർ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്ന ഒരു സാറായിരുന്നു. സാറിന്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ സാറിന്റെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് സുഖമായിട്ട് പ്രാക്ടിക്കലി പഠിക്കാൻ പറ്റും. ഓരോ എക്സ്പെരിമെന്റും പയ്യെ പുള്ളി പറഞ്ഞു തരും. സോ നിങ്ങൾക്ക് അത് സുഖമായിട്ട് നിങ്ങൾക്ക് അച്ചീവ് എടുക്കാൻ പറ്റുന്ന സംഭവം. ഇത്രയോട് ഗൈസ് നമ്മുടെ ലാബിന്റെ കേസ് പറയുകയാണെങ്കിൽ, സോ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയാ, നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള കുറെ കാര്യങ്ങളും കണ്ടന്റും +2 റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതിനൊക്കെ വീഡിയോസ് ഏത് കണ്ടന്റിനെ പറ്റിയാണ് വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് പറയുവാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ എന്താ പറയാ, വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ പറയാം, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക കേട്ടോ. ലൈക്ക് അടിക്കുക, പിന്നെ കമന്റ് അടിക്കുക. ബൈ.